പകൽ ഈ ആരാധനയിൽ ദൈവം ചെയ്തെടുക്കും. I believe that the Holy Spirit will work in a way that His work, His desire will be fulfilled in this sanctuary. ഒരു സാധാരണ പ്രസംഗം എന്നതിനപ്പുറത്ത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനുള്ള ഒരു കാത് നമുക്കുണ്ടാകണം. We must have a ear, not just to hear a message, but the voice of the Lord this morning. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധങ്ങളിലും ഒരു പുതുക്കം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുവാനായിട്ടിടയായി. When we hear the voice of the Lord, it's not just a physical transformation, but in the spiritual, in the heart, in our families, that transformation must be real. നമ്മുടെ ഐഡന്റിറ്റിക്ക് ഒരു മാറ്റം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുവാനായിട്ടിടയായി. The Holy Spirit must be allowed to change our identity itself. പുതിയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും God has given me a passage from the Old Testament today. Even though I love to speak from the New Testament, God has given me a passage from the Old Testament. യെശയ്യാ പ്രവചന ഗ്രന്ഥത്തിലേക്ക് നിങ്ങൾ ഒന്ന് കടന്നു വരാമോ? Let's come to the book of Isaiah. 43ാമത്തെ അധ്യായം എല്ലാവർക്കും പരിചിതമായ ഒരു അധ്യായമാണ്. The 43rd chapter is likely familiar to all of you. 43ന്റെ 18 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുക്കുന്നത്. Chapter 43 verse 18 through 21 is what we're reading as a foundation for the message this morning. നിങ്ങൾക്ക് വേണ്ടി അത് മലയാളത്തിൽ വായിക്കാം. യെശയ്യാ പ്രവചന ഗ്രന്ഥം 43ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. Remember not the former things, nor consider the things of the old. Behold, I am doing a new thing. Now it springs forth. Do you not perceive it? I will make a way in the wilderness and rivers in the desert. യെശയ്യാ പ്രവചന ഗ്രന്ഥം പഠിക്കാൻ പല രീതികളുണ്ട്. There are many ways to study the book of Isaiah. വേദപണ്ഡിതന്മാർ അതിനെ പല ഘട്ടങ്ങളായിട്ട് വിഭാഗിക്കുന്നുണ്ട്. And the scholars have divided it into multiple phases or regions. എന്നാൽ ഇന്ന് വായിച്ച വേദഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ഇതിനെ രണ്ടായിട്ട് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുക. Based on the verses that we read today, I want to divide it into two areas. 40ാം അധ്യായം മുതൽ രണ്ടാമത്തെ സെഗ്മെന്റ് യെശയ്യാ പ്രവചന ഗ്രന്ഥത്തിൽ തുടങ്ങുകയാണ്. From the 40th chapter on, the second segment or content of is starting in the book of Isaiah. ഇസ്രായേൽ ജനത്തിന് ദൈവത്തോടുള്ള മത്സരത്തിന്റെ ഭാഗമായി അവരെ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകുകയും എന്നാൽ ദൈവത്തിന്റെ കാലയളവിനുള്ളിൽ അവരെ പുനരധിവസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവചനത്തിന്റെ വീക്ഷണമാണ് 40 മുതലുള്ള അധ്യായങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നത്. From the 40th chapter onwards is a perspective of prophecy in which the people of God have been taken into exile and then be restored into the place where God wants them to be. 40ാം അധ്യായം മുതൽ ബാബിലോണിലെ ഇവർ അടിമകളായിട്ട് പോകുന്നതിന്റെ ചിത്രമാണ്. What we see in the 40th chapter is the picture of them being taken into exile in the city of Babylon. അവരുടെ കഷ്ടത അത് വിവരിച്ച് കാണിക്കുകയാണ്. It's picturing or it's symbolizing our struggles. ദൈവത്തിന്റെ ജനമായിരിക്കുന്ന വേദനയുടെ അനുഭവത്തിന്റെ ഒരു ക്ലിയർ പിക്ചർ പ്രവാചകൻ കൊടുക്കുകയാണ്. And the prophet is giving a clear depiction of what the struggle of the people of God are. എന്നാൽ ഈ ചിത്രത്തിന് മുമ്പിൽ ദൈവം അവരെ കൈവിടുകയല്ല ചെയ്യുന്നത്. But in front of the situation, God is not abandoning them. ദൈവം അവർക്ക് ഒരു റീഅഷ്വറൻസ് കൊടുക്കുകയാണ്. God is giving them a reassurance. ഒരു റിഡംഷനെ കുറിച്ചുള്ള ഒരു റീഅഷ്വറൻസ് ദൈവം കൊടുക്കുകയാണ്. He is giving them a reassurance specifically about redemption. ദൈവത്തിന് അവരോടുള്ള ഒരു പ്രോമിസ് ദൈവം അവർക്ക് കൊടുക്കുകയാണ്. And God has given them a promise that applies to them. ഈ ദൈവം കൊടുക്കുന്ന പ്രോമിസിന്റെ പശ്ചാത്തലത്തിൽ വേണം ഈ 43ാം അധ്യായത്തെ നമുക്ക് കാണുവാനായിട്ട്. So we should see chapter 43 in the context of the promise that God gives. ഈ 43ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഒരു യുണീക്ക് റിലേഷൻഷിപ്പും ദൈവത്തിന്റെ ഒരു യുണീക്ക് പ്രൊട്ടക്ഷനും പ്രോമിസും അവിടെ കാണാനായിട്ട് 43ാം അധ്യായത്തിൽ കാണാനായിട്ട് കഴിയുന്നു. When this chapter starts itself, we see a unique protection and a provision from God himself. ദൈവം അവരെക്കുറിച്ച് പറയുന്നത് ഞാൻ നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. God is saying, I have called you by your name. എന്നിട്ട് പറയാ നീ എനിക്കുള്ളവൻ തന്നെ എന്ന് പറയുക. And then he says, you are mine. അവിടെ ഒരു യുണീക്ക് റിലേഷൻഷിപ്പാണ്. There we see a unique relationship. അസാധാരണ ബന്ധമാണ് ദൈവത്തോട് ഈ ജനത്തിനുള്ളതെന്ന് പ്രവാചകൻ പറയുകയാണ്. And the prophet is saying that the people have an unusual, uncommon relationship with the Holy God. പ്രവാചകൻ പ്രവചനത്തിൽ പറയുന്നത് നിങ്ങൾ അഗ്നിയിലൂടെ കടക്കും, നിങ്ങൾ വെള്ളത്തിലൂടെ കടക്കും, പക്ഷേ ഇതൊന്നും നിങ്ങളെ ദഹിപ്പിച്ച് കളയത്തില്ല, മുക്കി കളയത്തില്ല എന്ന് പറയുന്നു. Then the prophet says you may go through waters, you may go through fires, but none of this will face you. എന്നാൽ ഇത് എങ്ങനെയാണ് നടക്കുന്നത്? But how does this happen? ദൈവം പറയുക ഞാൻ നിങ്ങളുടെ കൂടെയുള്ളത് കൊണ്ടാണ് നിങ്ങൾ സുരക്ഷിതരായിരിക്കുന്നത്. And God is saying, since I am with you, that's
that's why you're ഈ protected. വെള്ളം നിങ്ങളെ മുക്കിക്കളയാത്തത്, This water will not drown ഈ you. അഗ്നി നിങ്ങളെ എരിച്ചു കളയാത്തത് This fire will not burn you. നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, It's not your ability. എന്റെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പമുള്ളത് കൊണ്ടാണ്. My presence is with you, and that's the result of ദൈവസഭ that. ഇന്ന് പകല് ഞാൻ എന്റെ സന്ദേശത്തിന്റെ ആഴത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദൈവസഭയോട് ഒരു ദൂത് Let പറയുകയാണ്. me give you a message before I get in the deeper part of my message. അഗ്നി പോലുള്ള ജീവിത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, When fiery situations come into our life, വെള്ളം നമ്മളെ മുക്കിക്കളയുമെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുമ്പോൾ, when the thoughts that come about that says the water may drown me, അതിന്റെയൊക്കെ നടുവിൽ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവല്ല, Amen. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഇറങ്ങി വരുന്നതാണ് ഇന്ന് പകൽ we തിരിച്ചറിയണം. must understand that in the midst of that we're still standing. It's not because of our ability, but what God's presence is with us in those കാരണം situations. ദൈവം തന്നെ അവിടെ പറയുന്നുണ്ട്, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. In the same chapter we see the verse, it says, I am the Lord, and besides me there is no Savior. ഇന്ന് പകൽ നമ്മുടെ കഴിവല്ല, മിടുക്കല്ല, വിദ്യാഭ്യാസമല്ല, നമ്മുടെ സ്റ്റാറ്റസ് അല്ല. ഇന്നു പകൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഒന്നുകൊണ്ട് മാത്രം, ദൈവത്തിന്റെ കരുതൽ ഒന്നുകൊണ്ട് മാത്രം, ദൈവത്തിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രം, ദൈവത്തിന്റെ ഇടപാടൊന്നുകൊണ്ട് മാത്രമാണ് ദൈവസഭയെ നാം ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നതെന്ന് ദൈവസഭ മറക്കരുത്. We shall not forget as the church of God that it's not our abilities, talents, or giftings that has enabled us to stand, but it's the provision of God, it's the protection of God, it's the providing of God, and it is His consideration, grace, and mercy itself that has given us a chance to stand before the അത് Lord. കഴിഞ്ഞിട്ടാണ് പ്രവാചകൻ ഈ പറഞ്ഞ നമ്മൾ വായിച്ച വാക്യം പറയുന്നത്. It's after that where we read the verses come about in this അതായത് അവർ context. ജീവിതത്തിൽ പ്രതികൂലങ്ങളിലൂടെ കടന്നു When we പോവുകയാണ്. go through challenges in our life, അവരുടെ ജീവിതത്തിൽ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു when we പോകുന്നു. go through very difficult times of mourning and sadness, അവരുടേതല്ലാത്ത ഒരു രാജാവ് അവരെ ഭരിക്കുന്നു. when another king, a foreign king, is ruling them, അവരുടെ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. when their sanctuary has been destroyed, അവർ പിടിച്ചു കൊണ്ടുവരപ്പെട്ടതാണ് ഇവിടേക്ക്. they have been captured and brought as captives. അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു. They have lost their identity. അവരുടെ പേരും പെരുമയും അവർക്ക് Their നഷ്ടപ്പെടുകയാണ്. fame and their notoriety is gone. അവർ വിചാരിക്കുന്നു അവരുടെ ജീവിതം അവസാനിച്ചു എന്ന്. They think their life is ended. 137 സങ്കീർത്തനത്തിൽ അത് പറയുന്നുണ്ട്. In Psalms 37, it reflects that. ഈ കൂട്ടരോട് ഒരു പാട്ട് പാടാൻ പറയുന്നുണ്ട്. They tell them to sing a അവർ song. പറയുന്ന ദൈവത്തിന്റെ ഗാനം എങ്ങനെയാ ഞങ്ങൾ അന്യദേശത്ത് And പാടുന്നത്? they respond by saying, how can we sing the song of the Lord in a foreign land? ചുരുക്കി പറഞ്ഞാൽ ഒന്ന് സന്തോഷിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയാ. In brief, they have no reason for any joy. പാട്ട് പാടാൻ വയ്യാത്ത ഒരു അവസ്ഥയാ. A situation where they can even sing a song. ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ജനക്കൂട്ടത്തോട് ദൈവം പറയുകയാണ്, And to this people in this context, God is saying, മുമ്പുള്ളവയെ നീ ഓർക്കണ്ട, remember not the former things, പണ്ടുള്ളവയെ നീ വിരൂപിക്കുകയും വേണ്ട. nor consider the things of the old. നിന്റെ ഈ ജീവിത അനുഭവത്തിലേക്ക് ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യാനായിട്ട് In പോവുകയാണ്. this situation, I'm about to do a new thing. നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ നീ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ അത് ഉത്ഭവിച്ചു വരാനായിട്ട് പോവുകയാണ്. Where you would see it with your own eyes, the new things that I'm about to do. ഞാൻ മരുഭൂമിയിൽ ഒരു വഴി ഒരുക്കാൻ കരുത്തുള്ളവനാണ്. I am able to bring about a new way in the wilderness. നിർജ്ജന പ്രദേശത്ത് നദികൾ ഉണ്ടാക്കാൻ കഴിവുള്ളവനാണ്. I am the one who's able to make a river in the നീ wilderness. ബാബിലോണിലാ ഇരിക്കുന്നത്. Yes, you may be in Babylon. ആരാധനയ്ക്ക് സൗകര്യമില്ല. Maybe there's no place to worship. മറ്റൊരു രാജാവ് നിന്നെ ഭരിക്കുന്നു. A foreign king is ruling you. ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു. You've lost your identity. നാണക്കേടിന്റെ പടുകുഴിയിൽ ജീവിക്കുക. Maybe you're living in shame. ഈ ജനത്തോട് ദൈവം പറയുക, To this people, God is saying, മരുഭൂമിയിൽ വഴി തുറക്കാൻ കഴിവുള്ളവനാ പറയുന്നത്. I am the one who has the ability to make a way in the നിർജ്ജന wilderness. പ്രദേശത്ത് നദി ഒഴുക്കിക്കാൻ കഴിവുള്ളവനാ പറയുന്നത്. The one who is able to make a river in the wilderness. ഇവിടെ ഒരു പ്രവർത്തിക്ക് സ്കോപ്പ് ഉണ്ട്. Yes, there is a way for work here. ഇവിടെ ഒരു ദൈവപ്രവർത്തിക്ക് സ്കോപ്പ് ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ Yes, there's ജനത്തെ a scope, an പ്രബോധിപ്പിക്കുക. option, a possibility for the work of God in this place. എത്ര പേർക്ക് ഒരു ആമേൻ പറയാനായിട്ട് How many of us കഴിയും? can agree to that? ഇത് ഇസ്രായേൽ കൂട്ടത്തോട് മാത്രമുള്ള ഒരു ദൂതല്ല. It's not just for the Israelites. ദൈവം എനിക്ക് ഈ ദൂത് തന്നപ്പോൾ എനിക്കറിയാം ഈ ഓർലാൻഡോ സഭയില് ഇങ്ങനെ ഒരു ദൂതിന് വേണ്ടി കാക്ഷിക്കുന്ന ചിലർ ഇവിടെ ഇരിപ്പുണ്ട്. I knew when the Lord gave me this message, there's some people anxiously waiting for such a message in this church. നിങ്ങളുടെ അകവും പുറവും അറിയുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഇവിടെ ഉണ്ട്. എത്ര പേര് There's a God വിശ്വസിക്കുന്നുണ്ട്? who's here that knows the inside and out of each and every one of us. നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുടെ വ്യക്തത അറിയുന്ന ഒരു And ദൈവമുണ്ട്. there's a God who knows the specifics of what you are going ഒരു through. സ്കാനിങ്ങിനും ഒരു എക്സ്റേക്കും പിടികൊടുക്കാത്ത ജീവിത അനുഭവങ്ങളെ സ്കാൻ ചെയ്യുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഇവിടെ There's വന്നിട്ടുണ്ട്. a God who knows and the intimate aspects of us that others may not be able to find ആ out. ദൈവമാണ് ഈ ദൂത് ദൈവസഭയോട് പറയുന്നത്. That's the God who's given us this message. ദൈവം ചിലത് ചെയ്യാനായിട്ട് പോവുകയാണ്. God is doing certain ഞാൻ
times. വിശ്വസിക്കുന്നു ഈ വചനത്തിന്റെ നിറവ് ഈ ഹോളിനുള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അയക്കുമ്പോൾ When the Holy Spirit gives us the fullness of the Word of God that we're listening ഒരു to. മനുഷ്യനും നിങ്ങളുടെ തലമേൽ കൈവെക്കാതെ Not having anybody lay their hands on ഒരു you. വ്യക്തിയും നിങ്ങളെ പേര് ചൊല്ലി മുന്നോട്ട് വിളിക്കാതെ Without having a name called and called ഞാൻ forward. വിശ്വസിക്കുന്നു വചനത്തിന്റെ ആഴം വചനത്തിന്റെ മർമ്മം വചനം ഒരു ശരം പോലെ Amen. നിങ്ങളുടെ ശരീരത്തിലും ജീവിതാനുഭവങ്ങളിലും കടന്നിട്ട് വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ Amen. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇന്ന് പകൽ ഈ ഹോളിൽ നടന്ന ഒരു പുതു മനുഷ്യനായി ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി ദൈവസഭയിൽ അംഗങ്ങൾ വ്യക്തികൾ കുടുംബങ്ങൾ കടന്നു പോകാനായിട്ടിടയായി The Word of God comes into us, into the inner parts of us, in the fullness of power, without having anybody else lay their hands on you or call you forward. That's enough for you to receive the Word of God. And if you believe it, that's enough for you, the deliverance that you need in your life. ദൈവം ഈ ജനത്തോട് 4 കാര്യങ്ങളാണ് പറയുന്നത് 4 things the Lord ഈ tells 4 ഈ them. ദൈവസഭയ്ക്കുള്ള ദൂതാണ് And all 4 are messages to church. ഞാൻ വേഗത്തിൽ ആ 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാം Let me tell you those 4 things quickly. ഒന്നാമത്തത് First thing, leave the grip of the past കഴിഞ്ഞ കാലം ഭൂതകാലത്തിന്റെ ഗ്രിപ്പിനെ അറുത്ത് കളഞ്ഞ് മുന്നോട്ട് പോകാനായിട്ടിടയായി തീരാൻ sever the grip of the past. മുമ്പുള്ളവയെ നീ ഓർക്കണ്ട Don't think about the former things. പണ്ടുള്ളവയെ നീ നിരൂപിക്കുകയും വേണ്ട Don't consider the old things. ഇന്ന് പകൽ ദൈവം വിളിക്കുന്നത് ചില ഗ്രിപ്പുകൾ അറുത്തു മാറ്റിയിട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ വിടാത്ത ചില പഴയ ശക്തികളെ അറുത്തു മാറ്റുവാനുള്ള ദൈവസഭയ്ക്കുള്ള ദൂത ദൈവം ഇന്ന് പകൽ The തരുന്നത് first message the Holy Spirit given to the church is to sever, to break away from things that are holding you from moving forward, those things that are in the past. 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം 2 things we must pay attention to. എന്തിനെ മറക്കാനായി പ്രവാചകൻ പറയുന്നത് What is the prophet telling them to forget? എന്തിനെ നിരൂപിക്കേണ്ടെന്നാ പ്രവാചകൻ What is പറയുന്നത് the prophet saying not to ഞാൻ consider? വിശ്വസിക്കുന്നു 2 കാര്യങ്ങളാ പറയുന്നത് 2 things that he's saying. Their past glory പഴയ പ്രതാപത്തെ അവർ മറക്കണം They should forget their past glory. ഭയങ്കര ഒരു രാജ്യമായിരുന്നു ഇവര് They were a great nation at one point. പൊളിറ്റിക്കൽ യൂണിറ്റി They ഉണ്ടായിരുന്നു were politically united. ഭയങ്കര ശക്തരായിരുന്നു ഈ They were രാജ്യം very powerful. ദാവീദിന്റെയും ശലോമോന്റെയും കാലത്ത് ഇവരെ വെല്ലാൻ ആളുകളില്ലായിരുന്നു There was no one to challenge them in the times of David and Solomon. ഇവര് ചെയ്യുന്ന യുദ്ധം എല്ലാം ജയിക്കുകയായിരുന്നു Every war they got into, they won. ആത്മീകമായി ഇവർ ഒത്തിരി ഫ്ലറിഷ്ഡ് ആയി Spiritually, they flourished. അവർക്ക് നല്ല ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു വർഷിപ്പ് They have ചെയ്യാനായിട്ട് a great community for worship. ജെറുസലേമിൽ അവർക്ക് ടെമ്പിൾ They ഉണ്ടായിരുന്നു had a temple in Jerusalem. നല്ല ബന്ധം ദൈവത്തോടുണ്ടായിരുന്നു They had a good relationship with the Lord. ഇന്റർനാഷണൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു They were internationally very influential. ട്രേഡും അലയൻസും ഒക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു They ഇവർക്ക് had strong trade alliances. അവർക്ക് ചുറ്റുമുള്ള ജാതികൾക്ക് ഇവരെ ഭയമായിരുന്നു The people around them were afraid of them. അവർക്കൊരു കവനന്റൽ ഫുൾഫിൽമെന്റ് ഉണ്ടായിരുന്നു ദൈവമായിട്ടൊരു കവനന്റ് They had ഉണ്ടായിരുന്നു a covenant with the Holy God. ആ കവനന്റൽ റിലേഷൻഷിപ്പിന് ഭയങ്കര പ്രാധാന്യം And ഉണ്ടായിരുന്നു there was great importance to that covenantal relationship. ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് വാസ് എ ഗ്ലോറിയസ് ലൈഫ് ചുരുക്കി പറഞ്ഞാൽ അവർക്കൊരു മഹത്തമായ ഒരു ജീവിതമായിരുന്നു. വലിയൊരു It's ജീവിതമായിരുന്നു a great life. അവരെ നോക്കാൻ ആരുമില്ല There's no one to look at them. അവരെ കൈ ചൂണ്ടാൻ ആരുമില്ല No one to point their fingers. കാരണം അവർക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യുമായിരുന്നു Because the Lord would fight their battles. അവരുടെ അതിരുകളെ ദൈവം കാക്കുമായിരുന്നു He would protect the boundaries. ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു God was with them. അയൽ രാജ്യങ്ങൾ ഭയപ്പെട്ടിരുന്നു Neighboring nations would be afraid of them. അങ്ങനെയുള്ള ഒരു ജാതി ഇപ്പോൾ ബാബിലോണിൽ കിടക്കുകയാ And that nation, that people group is now in Babylon. ഇപ്പൊ അവരെ തല്ലാൻ ആളുണ്ട് കേട്ടില്ല. തല്ലാൻ ആളുണ്ട് തല്ലാൻ Now ആളുണ്ട് there are people to beat them. അവരെ കഷ്ടപ്പെടുത്താൻ ആളുണ്ട് There are people to bring them troubles. അവർ നോക്കുമ്പോൾ ഭയങ്കര സ്കാറാണ് അവരുടെ ഇമോഷൻസിൽ അവരുടെ മനസ്സിൽ അവർ കൊണ്ട് നടക്കുന്നത് They're carrying scars in their emotions in their heart. ദൈവം ഇവരോട് പറയുക And God is telling them, യു ഫോർഗെറ്റ് യുവർ പാസ്റ്റ് ഗ്ലോറി നിങ്ങളുടെ പഴയകാല ജീവിതത്തെ നിങ്ങളൊന്ന് മറന്നേര് forget about the old things. നിങ്ങൾ ആ ബാഗേജ് ഒന്ന് മറന്നേര് Let go of the baggage. നിങ്ങളുടെ അന്നത്തെ കാലത്തേക്കാൾ അധികമായി മേത്തരമായ Amen. ശ്രേഷ്ഠമായ ഒന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് I am about to give you and I'm preparing for you something that's greater and better than what you've experienced in the past. രണ്ടാമത്തെ കാര്യം ഇവരോട് പറയുന്നത് The second thing he tells them, പാസ്റ്റ് ഗ്ലോറി മാത്രമല്ല don't just forget the past glory, പാസ്റ്റ് സ്ട്രഗിലൂടെ മറക്കണമെന്ന് പറയുക forget the past struggles. അതായത് ഇപ്പോൾ ബാബിലോണിൽ ആയിരിക്കുമ്പോൾ അവർക്ക് വേദനയുണ്ട് Now in the city, in the place of Babylon, they have pain. they have lost everything സകലതും അവർക്ക് നഷ്ടപ്പെട്ടു They have lost all things. അവരുടെ ഗ്ലോറി അവർക്ക് നഷ്ടപ്പെട്ടു They lost their glory. അവര് തന്നെ ചിന്തിക്കുക they are abandoned by God himself അവരെന്നെ ചിന്തിക്കുന്നു ഞങ്ങളെ ദൈവം വിട്ടുകളഞ്ഞോ മാറിപ്പോയോ. അങ്ങനെ ഒരു സ്ട്രഗിൾ അവർക്കുണ്ട് They have that struggle going അപ്പോൾ on. ഒരു ഭാഗത്ത് അവരുടെ ഗ്ലോറി പഴയകാല ജീവിതത്തെ കുറിച്ചുള്ള ഭയങ്കര മഹത്വകരമായ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഭയങ്കര പേരും പെരുമയും അവർക്കുണ്ട് In the past they had this glory, this fame, this notoriety that they had within themselves. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ മറ്റൊരു തലമുണ്ട് അവർ കഷ്ടതയുടെ ആഴത്തിൽ
ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ചിത്രം. Now there's a new area of their life in which they're going through struggles and pain. ദൈവം ഇവരോട് പറയുക, And God is telling them, മറന്നേര്, forget it. മറന്നേര്, Forget it. മറന്നേര്. Forget it. നിന്നെ ദൈവത്തോട്, ദൈവത്തിന്റെ പ്രോമിസിനോട് അടുപ്പിക്കുന്നത് തടയുന്ന സകലത്തെയും മറക്കാൻ ഈ ജനത്തോട് ദൈവം God പറയുക. is telling them anything that comes into your life that comes against the promise of God, you should forget those things. ഇന്നു പകൽ ദൈവസഭയോട് ദൈവം പറയുന്ന ദൂതായിതാ. That's the message the Lord is giving to the church. ദൈവത്തിന്റെ വാഗ്ദത്തത്തോട് അടുക്കുന്നതിന് തടസ്സമായിട്ട് Anything that prevents you from coming near the promise of ദൈവം God, തുറക്കുന്ന പുതുവഴി കാണുന്നതിന് തടസ്സമായിട്ട് anything that prevents us from the new ways that God is opening for us. ഇന്നു പകൽ മനസ്സിനെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ചിലതിനെ മറക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക. And the Holy Spirit is saying it's time for the mind to forget those things. ദൈവത്തെ കാണുന്നതിന്, ദൈവത്തെ അറിയുന്നതിന്, ദൈവത്തിന്റെ ഇന്റർവെൻഷൻ അനുഭവിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഏത് ബാഗേജ് ആണെങ്കിലും, അത് ഏത് സ്കാർ ആണെങ്കിലും, അത് ഏത് ഓർമ്മയാണെങ്കിലും, അത് ഏത് ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആണെങ്കിലും, അത് ഏത് ഹർട്ട് ഫീലിംഗ് ആണെങ്കിലും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു അതിനെ മറന്നേര്, അതിനെ ഓർക്കണ്ട. നിന്റെ വാഗ്ദത്തം നിന്റെ മുമ്പിലുള്ളത് ശ്രദ്ധിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ദൂത് The പറയുന്നു. Holy Spirit is giving us a message to the church this morning that the promise of God is ahead of us, and whatever there may be in the past, whether it be struggles, pain, brokenness, any baggage that you're carrying from the past must be severed so that we can come near the promise of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് ഒരു ക്ലിയർ വിഷൻ ദൈവസഭയ്ക്ക് ഉണ്ടായിരിക്കണം. But the church of God must have a clear vision to the promise of God. നമുക്ക് ബാഗേജസ് ഉണ്ടെങ്കിൽ ഒരിക്കലും ആ വിഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് But if ഒക്കുകയില്ല. we're carrying baggages, we're not able to move forward, make progress towards that vision. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, എന്താ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? Let me ask you this morning, what is restricting us? 300 പേരുണ്ടെങ്കിൽ, ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഇവിടെ വന്നിരിക്കുമ്പോഴും if you cannot sing unto the Lord, വർഷിപ്പ് ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ, ദൈവത്തിന് സ്തുതി കരേറ്റാൻ കഴിയത്തില്ലെങ്കിൽ, ഇന്ന് പകൽ God is asking you, what is restricting you? God is asking us this morning, as people of God gathered here with this crowd, and in the midst of this crowd you're unable to praise God, worship God, sing songs unto the Lord. The Holy Spirit is asking, what is restricting you? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയും, അതിനെ അറുത്ത് കളഞ്ഞേര്, അതിനെ മറന്നേര്, അതിനെ ഉപേക്ഷിച്ചേര്. And the Holy Spirit is saying, cut it off, sever from it, and forget about it. പാസ്റ്റ് ഓർക്കേണ്ടുന്ന കാര്യമില്ല. Don't think about the past. പാസ്റ്റ് ഓർക്കണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യമാണ്. ദൈവത്തിന്റെ നടത്തിപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. Yes, God has told them to remember the past, but it's in different contexts. It's to remember how God has led them. പ്രസിദ്ധനായ ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് പ്രകാരം പറഞ്ഞിട്ടുണ്ട്, A famous American psychologist said in this way, human never see the reality, മനുഷ്യർ ഒരിക്കലും യാഥാർത്ഥ്യം കാണുന്നില്ല. but they see only the perception of reality. അവർ ഒരു യാഥാർത്ഥ്യത്തിന്റെ ഒരു ചെറിയ കാഴ്ച മാത്രമേ, ഒരു ചിന്താകുലം മാത്രമേ കാണുന്നുള്ളൂ. അതായത് നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകളാണ്, നമ്മുടെ കാഴ്ചയല്ല. എൻ്റെ ലൈഫിൽ ഒരാളെ കുറിച്ച് ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ റിയാലിറ്റി അല്ല ഞാൻ കാണുന്നത്, എൻ്റെ പെർസെപ്ഷനിലൂടെ ഞാൻ അതിനെ കടത്തിവിട്ട് മാത്രമേ ആ ചിന്ത ഞാൻ എൻ്റെ മനസ്സിലേക്ക് When I കൊണ്ടുവരികയുള്ളൂ. see someone, when someone describes or talks about a person, I'm not seeing the person as I ought to see. I am seeing them now through a perspective that is shaped by what someone else has said. ഇന്ന് പകൽ ദൈവത്തോട് പറയണം, ദൈവമേ എന്താ എന്നെ പിന്നോട്ട് വലിക്കുന്നേ? Tell the Lord God, what is it that's holding me back? പാസ്റ്റ് ഗ്ലോറി ആണോ? Is it the past glory? പാസ്റ്റ് സ്ട്രഗിൾ ആണോ? Is it the past struggles? പക്ഷെ ഇന്ന് പകൽ ഞാൻ ഒരു തീരുമാനം എടുക്കുക, But I'm making a decision this morning. കളയേണ്ടുന്നതിനെ കളയാൻ ഞാൻ തയ്യാറാണ്. I'm ready to get rid of the things I need to I'm get going rid to of. move forward. I am moving forward. ഒരിക്കലും എൻ്റെ ജീവിതത്തിലെ പേഴ്സണൽ കാര്യങ്ങൾക്ക്, പേഴ്സണൽ സ്ട്രഗിൾസിന്, ഗ്രഡ്ജസിന്, ഫെയിലിയേഴ്സിന്, ബിറ്റർനെസ്സിന് ഒരിക്കലും എന്നെ പിന്നോട്ട് വലിക്കാനായിട്ട് ഒക്കത്തില്ല. ഐ വാണ്ട് ടു സീ ദ ഡോർ ദാറ്റ് ഗോഡ് ഈസ് ഓപ്പണിംഗ് ഫോർ മീ. എനിക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ. അപ്പുറത്ത് കോരശ് വരുന്നുണ്ട്, ഇതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യമുണ്ട്, ഞാൻ പിന്നീട് പറയാം. പിന്നീട് യേശുവിലൂടെയുള്ള വലിയ വിശാലമായ രക്ഷയുടെ മഹത്വം പ്രവാചകൻ പറയുന്നുണ്ട്. ഇതിലേക്ക് അടുക്കുന്നതിന് തടസ്സമായിട്ട് എൻ്റെ ലൈഫിനെ പിന്നോട്ട് വലിക്കുന്ന സകലത്തെയും വിട്ടിട്ട്, എബ്രായ ലേഖനകർത്താവ് പറയുന്നത് പോലെ മുറുകെ പറ്റുന്നത്, പിടിച്ചു വലിക്കുന്നത്, പിന്നോട്ട് കൊണ്ടുപോകുന്നത് ദൈവസഭയെ ഞാൻ ദൈവസഭയോട് വിളിച്ചു പറയുക, അതിലേക്ക് നീങ്ങുന്നതിന് തടസ്സമായിട്ട് നമ്മുടെ ലൈഫിലുള്ള സകലത്തെയും ഇന്ന് പകൽ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയും.
പറയുക. The Holy Spirit is reminding the church this morning, learn to let go of the things, whether it be failure, struggles, bitterness, hatred, whatever that's been holding us back. As the writer of Hebrews says, things that ensnare us, things that hold us down, restrict us. And the Holy Spirit is saying, let go of all things so that we may move towards the promise of ഇന്നർ God. ഹീലിംഗിന് വേണ്ടി ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? Let's pray for inner healing this morning. ബാക്കി എല്ലാ പ്രാർത്ഥനകളും ഒന്ന് മാറ്റി വെച്ചിട്ട് can you ask God, God, would you please heal my heart? ബാക്കി എല്ലാ പ്രാർത്ഥനകളും മാറ്റി കർത്താവേ എന്റെ ഹൃദയത്തെ ഒന്ന് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. എന്റെ സെൽഫിനെ ഒന്ന് സൗഖ്യമാക്കണമേ എന്ന് Lord, heal myself this morning. I cannot come to you. എനിക്ക് അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ I സാധിക്കുന്നില്ല. cannot sing. എനിക്ക് പാടുവാൻ I സാധിക്കുന്നില്ല. cannot see your glory. എനിക്ക് അങ്ങയുടെ മഹത്വം കാണുവാൻ Would you സാധിക്കുന്നില്ല. please heal me today? ഇന്ന് പകൽക്കാലം എന്നെ സൗഖ്യമാക്കുമോ? Would you please come and touch me? ഇന്ന് എന്നെ സ്പർശിക്കുമോ? Come and touch my emotions. എന്റെ വികാരങ്ങളെ ഒന്ന് സ്പർശിക്കുമോ? Come and touch myself. എന്റെ സ്വയത്തെ ഒന്ന് സ്പർശിക്കുമോ? Please help me to move forward. എനിക്ക് മുന്നോട്ട് കടന്നു പോകുവാൻ എന്നെ ഒന്ന് സഹായിക്കുമോ? കെട്ടുകൾ ഒത്തിരി ഉണ്ട് അറുത്തു മാറ്റാൻ. There are many bondages that need to be I broken. cannot do it by myself. എനിക്ക് തന്നെ അത് ചെയ്യാൻ ഒക്കത്തില്ല. I'm unable to do it by myself. But the Holy Spirit is here. But the പരിശുദ്ധാത്മാവ് But the നമ്മോട് Holy ഉണ്ട്. Spirit is here. ദൈവത്തിന്റെ ആത്മാവ് But the Holy നമ്മോട് Spirit ഉണ്ട്. is here. ദൈവത്തിന്റെ ആത്മാവ് What you നമ്മോട് cannot ഉണ്ട്. do, Holy Spirit can do. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാനൊക്കാത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ചെയ്യാനായിട്ട് What കഴിയും. we are unable to do, the Holy Spirit can do. If you ask God, ദൈവത്തോട് ചോദിച്ചാൽ, If you ask God, if you go to God, നമ്മൾ ദൈവത്തിലേക്ക് കടന്നു ചെല്ലുന്നെങ്കിൽ, ദൈവം നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് പകൽ കടന്നു വരാനായിട്ട് if you come near to the Lord this ആ morning, ഗ്രിപ്പിനെ ദൈവം അറുത്തു മാറ്റും. He will sever that grip. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഒരു റിലീസ് ദൈവസഭയ്ക്ക് തരിക. And God is giving us a release this God is morning. giving releases for families over here. നമുക്ക് ഇന്ന് പകൽക്കാലം ഈ കുടുംബങ്ങളിൽ വിടുതലാണ് കർത്താവ് തരുന്നത്. വ്യക്തികൾക്ക് ദൈവം റിലീസ് തരാനായിട്ട് പോകുക. Personally, He's giving us deliverance. യങ്സ്റ്റേഴ്സിന് ദൈവം റിലീസ് തരാനായിട്ട് To the പോകുക. young people, God is giving us കുഞ്ഞുങ്ങൾക്ക് ദൈവം deliverance. റിലീസ് തരാനായിട്ട് പോകുക. The children, God is giving us release. ദൈവത്തിന്റെ മഹത്വത്തെ കാണുന്നതിന് തടസ്സമായി പിന്നോട്ട് വലിക്കുന്ന സകല പാസ് ഗ്ലോറിയെയും പാസ് സ്ട്രഗിളിനെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അറുത്തു മാറ്റുക. The Holy Spirit is breaking away all things that are holding you back, whether it's the past glory or the past struggles that prevent you from seeing the glory of God this morning. God is asking us to leave the grip of the past. പഴയകാല പിടുത്തങ്ങളെ മാറ്റിവെക്കുവാനാണ് ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് സംസാരിക്കുന്നത്. രണ്ടാമത് പറയുന്നത് എന്താണെന്ന് അറിയാമോ? There was a second thing God says. Embrace the new thing God is doing. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. Embrace the new thing that God is doing. ദൈവത്തിന്റെ വഴിയുണ്ട് കേട്ടോ. That God has His way. ദൈവത്തിന്റെ പദ്ധതികൾ വലുതാ. His works are great. പ്രവാചകൻ അത് 55-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. In the 55th chapter, God talks നിന്റെ about വിചാരങ്ങളല്ല that. എന്റെ വിചാരങ്ങൾ. Your thoughts are not my നിന്റെ thoughts. വഴികളും അല്ല എന്റെ വഴികൾ. Your ways are not my ways. എത്ര പ്രാവശ്യം നമ്മളെ കുറിച്ച് വിചാരിച്ച് എന്തെങ്കിലും നടന്നോ? How many times we've thought about ourselves, what has really taken place? കാൽക്കുലേഷൻ തെറ്റിയത് കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചാൽ എത്ര പേജിന്റെ എഴുതി വെക്കാമായിരുന്നു? How many times we planned things that failed, and if we were to write it all down. ദൈവം ഇന്ന് പറയുകയാ, But God is saying, എന്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരങ്ങൾ. my thoughts are not your thoughts. എന്റെ വഴികളും അല്ല നിന്റെ വഴികളല്ല എന്റെ വഴികൾ. Your ways are not my ways. ചെറിയ വ്യത്യാസമല്ല, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. Yes, it's not a small difference. It's as the high as the heavens is from the earth. നിന്റെ വിചാരങ്ങളെക്കാൾ എന്റെ വിചാരങ്ങളും My thoughts are much greater than yours. നിന്റെ വഴികളെക്കാൾ എന്റെ വഴികൾ ഉയർന്നിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. The heavenly host of hosts is declaring that my ways are higher than your ways. ദൈവം ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. God desires to do certain things. ചരിത്രത്തിന്റെ ഭാഗമായി ദൈവം സൈറസിനെ കൊണ്ടുവരുന്നുണ്ട്. In the history we see God brings Cyrus there. സൈറസിനെ കൊണ്ടുവന്നപ്പോൾ ഇവർക്ക് മനസ്സിലായില്ല ദൈവം എന്തിനാ ഈ ജാതീയ രാജാവിനെ കൊണ്ടുവരുന്നതെന്ന്. They didn't understand why God brought a Gentile king there. ദൈവം അവരോട് വാഗ്വാദം നടത്തുന്നുണ്ട്. And they are arguing with ദൈവം God. അവരോട് ചോദിക്കുക, And they're asking, നീ ആരാ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ? who are you to question നീ me? കലങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ചെറുകഷ്ണങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ പീസ് ഓഫ് ക്ലേ ആണ് നീ. In the midst of all these broken clay, you're just one small piece of clay. But I am the potter. ഞാനാണ് കുശവൻ. ഞാനാ കുശവൻ, ഞാനാ പണിയുന്നത്. I am the potter. I am the one who നീ ഒരു builds. just ഒരു piece of clay ആണ്. You're simply a piece of clay. Who are you to ask me? എന്നോട് ചോദിക്കുവാൻ നീ ഇന്ന് പകൽ ആര്? ദൈവം ചിലരോട് ചോദിക്കുക, And God is asking this morning, ദൈവത്തിന് ഗ്രാഫ് വരച്ചു കൊടുക്കരുത്. we don't have to go a picture to God. ദൈവത്തിന് വഴി പറഞ്ഞു കൊടുക്കരുത്. Don't tell God the way. ദൈവത്തിന്റെ വഴി ചെയ്യട്ടെ. Let God do His ways. ദൈവത്തിന്റെ സമയത്തിറങ്ങി വരട്ടെ. Let God come down His time.
ദൈവത്തിന്റെ പാതയൊരുക്കട്ടെ. Let God make his way. Who are you and I have to ask God? നമ്മൾ ആരാണ് ദൈവത്തോട് ദൈവം ചോദിക്കുവാൻ? കോരശിനെ കൊണ്ടുവരേണ്ട സമയത്ത് ദൈവം കോരശിനെ കൊണ്ടുവരിക. When God has to bring Koresh, he'll bring Koresh. ദൈവം ഇവരെ വിടുവിക്കുക. And God is delivering them. അത് കഴിഞ്ഞിട്ട് പ്രവാചകൻ പറയുന്നത്, That's when the prophet നീ says, ചിന്തിക്കുന്നത് പോലല്ല ഞാൻ ചിന്തിക്കുന്നത്. I don't think the way you think. നിന്റെ വഴികളും അല്ല എന്റെ വഴികൾ. Your ways are not my ways. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് Just as പോലെ the heavens are high from the നിന്റെ earth, വിചാരങ്ങളെക്കാൾ എന്റെ വിചാരങ്ങൾ ഉയർന്നിരിക്കുന്നത്. my thoughts are higher than ഇന്ന് that. പകൽ നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള നിന്റെ വിചാരങ്ങളെക്കാൾ, And before more than your thoughts for your own family, തലമുറയെ കുറിച്ചുള്ള നിന്റെ വിചാരങ്ങളെക്കാൾ, more than your thoughts for your own generation, ശരീരത്തെ കുറിച്ചുള്ള നിന്റെ വിചാരങ്ങളെക്കാൾ more than your thoughts for your own body. ഉയർന്നിരിക്കുന്ന വിചാരങ്ങൾ ദൈവത്തിനുണ്ട് എന്ന് ദൈവസഭ ഇന്ന് പകൽ The Church തിരിച്ചറിയണം. of God must realize that God's ways and thoughts are much So higher. something new is coming. ഒരു പുതിയത് കടന്നു വരുന്നു. ഒരു പുതിയത് കടന്നു വരികയാണ്. Something new is coming. നീനൊക്കെ ദൃഷ്ടി കൊണ്ട് കണ്ടില്ലെന്ന് വരാം, പക്ഷെ നടക്കുന്നില്ലെന്നല്ല അതിന്റെ അർത്ഥം. Just because we did not see it doesn't mean it won't come to true. ദൈവം പറയുന്നത് എന്താണെന്ന് അറിയാമോ? You know what is God is saying? അതിപ്പോൾ ഉത്ഭവിക്കും. Now it will start. അത് പിന്നല്ല, Not later, അടുത്ത ആഴ്ചയല്ല, not next week. അതിപ്പോൾ ഉത്ഭവിക്കും. It will start now. അതായത് ഒരു മഴ പെയ്ത് ഒരു മുള പൊട്ടി വരുന്നത് പോലെ നീ അത് കാണും, ദൈവത്തിന്റെ പ്രവൃത്തി പൊട്ടി വരുന്നത്. Just as something sprouts when the rain comes, you will see it happening just like that. അത് കഴിഞ്ഞിട്ട് പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. After that, the prophet asks a question. Can't you discern it? Can't you see it? ഇത് നിങ്ങൾക്ക് അറിയുന്നില്ലയോ? നിങ്ങൾ വിവേചിച്ച് അറിയുന്നില്ലയോ? നിനക്കത് കാണാൻ ഒക്കുന്നില്ലയോ? Are you not able to see it? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് ചോദിക്കുക, And the Holy Spirit asking this morning, Can't you see? can you see this? കാണാൻ ഒക്കത്തില്ല ദൈവത്തിന്റെ പ്രവൃത്തി. Can you not see the works of God? നോക്കണം, മഴ പെയ്യുമ്പോൾ ഒരു മുള പൊട്ടി വരുന്നത് പോലെ Just as something sprouts when the rain comes. നിന്റെ ജീവിതത്തിന്റെ മേൽ വരുന്ന ചില പുതുക്കങ്ങളെ അറിയാൻ ഒക്കുന്നില്ലേ? Are you not able to discern and see the new things that are happening within your life? ദൈവം ചിലരുടെ കണ്ണുകളെ ഇന്ന് പകൽക്കാലം തുറക്കാനായിട്ട് പോവുക. God is opening some eyes this എത്ര morning. പേർക്ക് ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കും ദൈവത്തോട്, എന്റെ കണ്ണ് ദൈവമേ ഇന്ന് പകലൊന്ന് തുറക്കണമേ. How many of us will pray, Lord, yes, open my eyes this I morning. want my eyes to be open. എന്റെ കണ്ണുകളും തുറക്കണം കർത്താവേ. വേറൊന്നും കാണാനല്ല, Not to see anything else. അങ്ങനെ പ്രോമിസ് മുള പൊട്ടി വരുന്നത് എനിക്ക് കാണാൻ. I want to see your promise sprouting. To discern it. അതൊന്ന് അത് വിവേചിച്ചറിയുവാൻ. കാണാൻ To see it. ഒരാത്മ കണ്ണിന്ന് പകലൊന്ന് തുറക്കണമേ. My spiritual eyes to be open. ഞാൻ വിശ്വസിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ആത്മ കണ്ണുകളെ ദൈവം And തുറക്കുകയാണ്. this morning I believe some spiritual eyes are being opened this morning. ഇന്ന് വരെ കാണാത്ത ചില ദൈവ പ്രവർത്തികളെ മറ്റുള്ളവരുടെ കണ്ണുകൊണ്ടല്ല, by your eyes, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലവാരത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കണ്ണുകളെ To തുറക്കുകയാണ്. see the work that the Lord is doing, but not by somebody else's eyes, but by your own eyes, to see what the Lord is Something doing. new is coming. എന്തോ ഒരു പുതിയത് കടന്നു വരുന്നു. എനിക്കറിയത്തില്ല എന്താ കടന്നു വരുന്നത്, എനിക്കറിയത്തില്ല. I don't know what's happening. നിങ്ങൾ ഒരുപക്ഷെ 40 ദിവസമായോ 15 വർഷമായോ പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കും. Maybe you've been praying for 40 days or 15 ഒന്ന് years. പാട്ട് പാടാൻ പോലും കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയായിരിക്കും. Maybe it's a situation where you can even sing a song anymore. മനസ്സ് മുഴുവൻ വേദനിക്കുന്ന Because അവസ്ഥയായിരിക്കും. your mind is being burdened. ഐഡന്റിറ്റി നഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുന്ന അവസ്ഥയായിരിക്കും. Maybe you lost your identity. പക്ഷെ ദൈവം ഇന്ന് പറയുക, But God is ഈ saying, 2025 ദൈവം പുതിയതൊന്ന് in ചെയ്യുക. 2025, God is doing something ദൈവം new. പുതിയതൊന്ന് ചെയ്യുക. God is doing something new. ദൈവം പുതിയതൊന്ന് ചെയ്യുക. God is doing something new. That is coming out. അത് പുറത്തു വരുന്നു. അത് പുറത്തേക്ക് വരിക. It's coming out. ദൈവം ചോദിക്കുക, can you see it? ദൈവം ചോദിക്കുന്നത് കാണാൻ Can സാധിക്കുമോ? you discern it? നിങ്ങൾക്ക് അത് വിവേചിച്ചറിയാൻ ഇന്ന് സാധിക്കുമോ? പകല കണ്ടുകൊണ്ടൊന്ന് കണ്ടിട്ട് ഒരു ആമേൻ പറ. Have you seen it and say, agree with that? മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത ചിലത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചെയ്യുക. What others may not be able to see, God is doing that in your life so you may see അത് it. ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. That is the work of God. അതാണ് മൂന്നാമത്തെ കാര്യം പ്രവാചകൻ പറയുന്നത്. That's when the third thing is being said എന്താ by ഈ the prophet. ദൈവത്തിന്റെ പ്രവൃത്തി? What is this work of God? എന്താ ഈ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് What is this പറയുന്നത്? work of God? ദൈവം പറയാ മൂന്നാമത്തെ കാര്യം. The third thing God says, God is going to make a way in the wilderness. മരുഭൂമിയിൽ ഒരു പുതിയ വഴി തുറക്കപ്പെടുന്നു. അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴി ഉണ്ടാക്കും. I will make a way in the wilderness. ദൈവസഭ ഒരുമിച്ച് ഒന്ന് പറയാമോ, ദൈവം മരുഭൂമിയിൽ ഒരു വഴി ഉണ്ടാക്കും. Can we say it all together? God makes a way in the wilderness. എന്റെ ദൈവം മരുഭൂമിയിൽ ഒരു വഴി ഉണ്ടാക്കും. My God will make a way in the wilderness. എന്താ ഈ മരുഭൂമി എന്ന് പറയുന്നത്? What is wilderness? It's a place of difficulty. അതൊരു പ്രയാസങ്ങളുടെ ഒരു വേദിയാണ്. It's a place of dryness. അത് ഉണങ്ങിയ ഒരു സ്ഥലമാണ്. Desolate season of life. അതൊരു
അവര് ഏകാന്തത അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഭയങ്കര ഡേഞ്ചർ ആണുള്ളത് അവിടെ. It's very dangerous there. കൺഫ്യൂഷൻ ആണുള്ളത് അവിടെ. There's a lot of confusion there. ഹോപ്പ്ലെസ്നെസ് ആണുള്ളത് അവിടെ. Where you see hopelessness. അതുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി പണ്ട് ചെയ്തത് എന്താണെന്ന് അറിയാമോ? And what God did for the Israelites before, ജനത്തെ മരുഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ when God led them to the wilderness, രണ്ട് കാര്യം ജനത്തിന് കൊടുത്തു. 2 things He gave them. പകല് മേഘസ്തംഭം ഇറക്കി കൊടുത്തു. In the morning there was a morning cloud, രാത്രി അഗ്നി തൂൺ ഇറക്കി and കൊടുത്തു. the pillar of fire in the evening. ലിറ്ററലി പറഞ്ഞാൽ ദൈവം അവരുടെ കൂടെ നടന്നു. Literally God walked with them. നിന്റെ ഡേഞ്ചറിന്റെ സമയത്ത് നീ അല്ല നടക്കുന്നത്, നിന്റെ കൂടെ കൈ പിടിച്ച് Amen. നടക്കുന്ന ഒരു ദൈവമുണ്ട്. In the midst of your danger situation, you're not walking by yourself. God is holding your hand. കൺഫ്യൂഷന്റെ സമയത്ത് In the ചിന്താക്കുഴപ്പങ്ങളുടെ സമയത്ത്, perplexed, നമ്മൾ ആശ്ചര്യപ്പെടുമ്പോൾ, when you take a decision, when you cannot take a decision, ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ, you are not able to take a next step in your life. അടുത്ത പടി മുന്നോട്ട് വെക്കുവാൻ സാധിക്കാതിരിക്കുമ്പോൾ, Dear church, ചർച്ചേ ഇതൊന്ന് കേട്ടേ. hear the church, listen to this. ഞാൻ പറയുന്ന ഒരു പ്രസംഗം അല്ല. I'm not giving a sermon. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് വിളിച്ചു പറയുന്ന ദൂതാ ഇത്. This is the message of the Holy Spirit for the church നീ this morning. മരുഭൂമിയിലേക്ക് ഇറങ്ങുന്നത് ഒറ്റയ്ക്കല്ല. You're not walking into the wilderness by നീ yourself. ഒറ്റയ്ക്കല്ല മരുഭൂമിയിൽ നടക്കുന്നത്. You're not walking in the wilderness by yourself. 30 ലക്ഷം ജനത്തിന് വേണ്ടി അഗ്നിത്തൂണും മേഘസ്തംഭവും എന്റെ ദൈവത്തിന് ഇറക്കാമായിരുന്നു എങ്കിലോ, If God is able to bring up the heavenly clouds and the pillar of fire in for 300,000 people, ദൈവം തന്നെ ഇന്ന് ഇറങ്ങി വരികയാ. God is coming down by Himself. Can you feel it? നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? Are you able to experience that? നിന്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? Are you able to experience that God's presence is walking with കൈ you? പിടിക്കുന്ന ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? Are you able to experience that God is holding your hand? ഹോപ്പ്ലെസ്നെസ് ആയിരിക്കും ജീവിതത്തിലുള്ളത്. പ്രത്യാശയില്ലാത്ത അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം തന്നെ നിന്റെ കൈ പിടിച്ചിറക്കി വരിക. But the Holy Spirit is saying God Himself will walk holding your hands. മരുഭൂമിയിലെ ദൈവം വഴിയൊരുക്കുക. In the wilderness, God is making a way. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിശദീകരിച്ച് We're പറയാമായിരുന്നു. out of time, but I'm unable to describe it. അവരുടെ പൂർവികന്മാർ അന്ന് വരെ കാണാത്ത മന്ന കൊണ്ട് എന്റെ ദൈവം അവരെ പോഷിപ്പിക്കുക. Their forefathers experienced the manna where no one has ever seen that ഡെയിലി before. പ്രൊവിഷൻ ആണ്. Daily provision is given. ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. And God is teaching them to depend on Him daily. പക്ഷിയെ എന്റെ ദൈവം മരുഭൂമിയിൽ കൊടുക്കുക. And God gave them quail in the wilderness. വെള്ളം പാറയിൽ നിന്ന് വെള്ളം കൊടുക്കുക. എല്ലാം Water from the rock. എല്ലാം അസാധ്യമാണ്. Everything is unusual, impossible. എല്ലാം നടക്കുന്ന മരുഭൂമിയിലാണ്. Everything, all this is taking place in the wilderness. ദൈവം പ്രൊട്ടക്ഷൻ കൊടുക്കുക. God is giving them protection. അവർ നടന്നിട്ട് അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല. Their slippers did not get worn out. അവരുടെ ഉടുപ്പ് മലിനമായി പോയില്ല. Their clothes did not become dirty. അവരുടെ ശത്രുക്കളുടെ മേൽ ആയുധമില്ലാതെ ദൈവം അവർക്ക് വിജയം കൊടുത്തു. Without any weapons, God gave them victory over their enemies. അതേപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, And just like that, the Holy Spirit is saying, മരുഭൂമിയിൽ നീ ഒറ്റയ്ക്കല്ല. you're not alone in the wilderness. ചിന്തിച്ചു കൂട്ടരുത്. Don't think that way. Don't let your thoughts tell you ഞാൻ that. ഈ സന്ദേശം പറയുമ്പോൾ എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശരം കണക്ക് ഈ ദൂത് ചിലരുടെ ഹൃദയങ്ങളിലേക്ക് കടത്തിവിടുന്നുണ്ട്. Just as the Spirit comes into your heart, the Holy Spirit is ministering to some people this morning. ഇരുന്നും കിടന്നും ചിന്തിച്ചു കൂട്ടിട്ട് എന്തെങ്കിലും നടന്നോ? You've been thinking and thinking for so many different ways. Has anything taken place? ആലോചിച്ച് മനസ്സ് തളർന്നിട്ട് ഇതുവരെ എന്തെങ്കിലും നടന്നോ? You've been thinking and thinking, your mind is worn out, fatigued, but has anything taken place? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, And the Holy Spirit is saying, leave it to the Lord. ദൈവത്തിന് വിട്ടുകൊടുക്കുക. Leave it to the Lord. ദൈവത്തിന് വിട്ടുകൊടുക്കുക. Leave it to the Lord. ദൈവത്തിന് അവൻ വിട്ടുകൊടുക്കുക. മരുഭൂമിയിൽ ഇറങ്ങി വരും. He will come in the wilderness. അവൻ മരുഭൂമിയിൽ വഴിയൊരുക്കും. He will make a way in the അവൻ wilderness. മരുഭൂമിയിൽ മന്നയെ ഇറക്കും. He will bring manna in the അവൻ wilderness. മരുഭൂമിയിൽ അഗ്നി തൂണിറക്കും. He will bring the pillar of അവൻ fire. മരുഭൂമിയിൽ ശത്രുക്കളുടെ മുമ്പാകെ വിജയം കൊണ്ടുവരും. He will bring victory in the presence of your അവൻ enemies. മരുഭൂമിയിലെ ദൈവമാണ്. He's the wilderness He's a God in our wilderness. അതാണ് പ്രവാചകൻ അവരോട് പറയുന്നത്. That's the thing the prophet told him. ദൈവം മരുഭൂമിയിൽ അവർക്ക് വഴിയൊരുക്കി. God made a way for them in the wilderness. നാലാമതൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. Fourth, one more thing I'll tell you and conclude. ദൈവം അവരോട് പറയുക, God is telling them, മരുഭൂമി വഴി മാത്രമല്ല, it's not the way in the wilderness, നിർജ്ജന പ്രദേശത്ത്, an empty place, ഡ്രൈ പ്ലേസിൽ a dry or desolate place. നദികളും ഉണ്ടാക്കും. I will bring
about a river there. Streams in the wasteland. പാഴ്സ്ഥലങ്ങളിൽ അഥവാ ഒരു ഉറവ വരുന്നു. Stream in the desert. മരുഭൂമിയിൽ ഒരു നീരുറവ. Reviving experience ദൈവം കൊണ്ടുവരികയാണ്. And God is bringing about a reviving experience. നഷ്ടപ്പെട്ടെന്ന് കരുതി 100% എഴുതി തള്ളിയതിന്റെ നടുവിൽ നിന്ന് ദൈവം പച്ചപ്പ് കൊണ്ടുവരുന്നു എന്നാ പറയുന്നത്. When you think everything is lost, everything is dry, everything is desolate, in the midst of that God is bringing something green in that place. കഴിഞ്ഞ സൺഡേ എന്റെ ലോക്കൽ സഭയിൽ ഞാൻ പ്രസംഗിച്ചത് യോബിന്റെ പുസ്തകത്തിൽ നിന്നാണ്. Last Sunday when I was preaching in my local church, I preached from the book of Job. പ്രിപ്പയർഡ് സെർമൺ ഒന്നുമല്ല. ദൈവം എന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ തന്ന ആലോചന ദൈവസഭയോട് കലർപ്പില്ലാതെ പറഞ്ഞു. It was not a prepared sermon with the Holy Spirit laid upon my heart. I said it boldly to the church. ദൈവം എന്നോട് പറഞ്ഞു എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു. Job said, my Redeemer lives. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു. My Redeemer lives. ഇത് വിളിച്ചു പറയുന്നത് 40 ദിവസത്തെ ക്രൂസേഡിന്റെ നടുവിൽ നിന്ന് പാട്ട് പാടുന്നതിന്റെ നടുവിലല്ല വിളിച്ചു പറയുന്നത്. I wasn't speaking or declaring this in the midst of a crusade of a 40-day service. Job was not like that. Job അത് പറയുന്നത് സകല നഷ്ടത്തിന്റെയും അങ്ങേതലത്തിൽ ലോവസ്റ്റ് എബ് എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ചെന്ന് നിൽക്കുമ്പോ ഈ മനുഷ്യൻ പറയുക ഇതെല്ലാം പോയിക്കോട്ടെ, ആടുമാടുകൾ പോയിക്കോട്ടെ, തലമുറകൾ പോയിക്കോട്ടെ, ഭവനങ്ങൾ പോയിക്കോട്ടെ, ഭാര്യ പോയിക്കോട്ടെ, എന്റെ ശരീരം പോയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മൈ റെഡീമർ ലീവ്സ്. എന്റെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നുണ്ട്, അവനെ ഒരു നാൾ ഞാൻ കാണും. Job is not saying my Redeemer lives in the midst of all the plenty or abundance. When he's saying my friends have gone, my children are gone, my homes are gone, my cattle is gone, when everything is lost, he's saying let it be. In the midst of that he says my Redeemer lives. നിർജ്ജന പ്രദേശത്ത് ഞാൻ ഒരു നദി ഉണ്ടാക്കും. In the desolate place I will bring about a river. ഇംഗ്ലീഷ് choir മുമ്പോട്ടൊന്ന് വരാമോ? Can the English choir come forward? Let me conclude my sermon. Let me conclude my sermon here. നിർജ്ജന പ്രദേശത്ത് നിന്ന് ഞാൻ ഒരു നീരുറവ ഉണ്ടാക്കും. In the midst of a desolate place I will bring about a river. നോക്കണം, നോർത്ത് അമേരിക്കയിൽ ഇവിടെ തന്നെ കാണുന്ന ഒരു തരം തവളയുണ്ട്, വുഡ് ഫ്രോഗ് എന്നാണ് അതിന് പറയുന്നത്. There's a specific type of frog that you see in North America. It's called wood frog. ഇതങ്ങ് ഫ്രീസ് ചെയ്ത് ഐസിനകത്ത് പോകും. When it gets cold, it freezes in the ice. ഇവിടെ മാത്രമല്ല, ഈ നമുക്ക് ബ്രിട്ടീഷ് കൊളംബിയയിലോ ആൽബർട്ടയിലോ ഒക്കെ പോകുമ്പോൾ ഗ്ലേഷ്യേഴ്സ് ഉണ്ട്, ഐസ് മൗണ്ടൻ ഉണ്ട്. അവിടെ ഞാൻ പണ്ട് പ്രാവശ്യം പോയപ്പോൾ അവിടുത്തെ ഗൈഡ് എന്നോട് പറഞ്ഞത് some of these creatures will go into the ice. ഐസിനകത്തോട്ട് പോകും. അത് ചത്തെന്നാ വിചാരിക്കുന്നത്. വർഷങ്ങൾ ഈ ഐസിനകത്തിരിക്കും, പക്ഷേ ആ ഐസ് ഉരുകുന്ന ഒരു സമയത്ത് it comes back to life. And you see this specific type of creature in many parts of North America, especially in the colder areas in which the frog goes into the ice and people think the frog has died as a result. But there comes a day when the ice melts and the frog eventually comes out. ചിലിയിൽ ഒരു ഡെസേർട്ട് ഉണ്ട്. There's a desert in Chile. ആ മരുഭൂമിയിൽ നടക്കുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്. There's a phenomenon that takes place there. ഡെസിറ്റിയോ ഫ്ലോറിഡോ എന്നാണ് പറയുന്നത്. ഫ്ലോറിഡയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. It's called the Desierto, Florida. ഡെസേർട്ട് എന്നുള്ള വാക്കും ബ്ലൂമിംഗ് എന്നുള്ള ഒരു വാക്കാണ്. It's words that come together to say that it's a blooming desert. ഈ ഡെസേർട്ട് മുഴുവൻ ഡ്രൈ ആയിരിക്കും. It's usually dry. It's too hot. It's very hot. Like nothing will grow there. അവിടെ ഒന്നും വളരുന്നില്ല. പക്ഷേ ഒരു പ്രത്യേക സീസണിൽ, but in a specific season, ഈ ഡെസേർട്ടിന്റെ മേൽ ഹെവി റെയിൻ ഉണ്ടാകും. in this desert heavy rain comes. And within no time, within നിമിഷങ്ങളിൽ ഈ ഡെസേർട്ടിലുള്ള സീഡ്സ് മുളച്ചു വരും. and all the seeds start to sprout in this desert. Beautiful garden ആയിട്ട് മാറും. And it becomes into a beautiful garden. It's something real. അത് യാഥാർത്ഥ്യമാണ്. ചിലിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. It happens in Chile. But what am I saying now? എന്താണ് ഞാൻ പറയുന്നത്? ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം. What I'm telling you is some of the things that you might think that it has gone deep down into the desert. There are things നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം, ഇതാ ചില കാര്യങ്ങൾ ചത്ത് അല്ലെങ്കിൽ മരുഭൂമിയുടെ ആ അവസ്ഥയിലേക്ക് മാറിപ്പോയി. ഇതിന് ഇനി ഒരു പുനരധിവാസം ഇല്ല. There's no more renewal or restoration for these things. There's no revival for it. ഇതിനൊരു ഉണർവില്ല. അതിനകത്തുനിന്ന് ഒരു മടങ്ങി വരവില്ല. There's no returning from that. പക്ഷേ ദൈവം പറയുക, But God is saying, ദൈവം പറയുക, God is saying, നിർജ്ജന പ്രദേശത്ത് നിന്ന് ഞാൻ നദി ഒഴുക്കും. I will bring a river in the desolate place. വേസ്റ്റ്ലാൻഡിൽ നിന്ന് ഞാൻ നദി ഒഴുക്കും. I will bring a river in the desolate place. ആ ചൂട് പ്രദേശത്ത് നിന്ന് ഞാൻ നദി ഒഴുക്കും. In this hot place I will create a river. ലോകത്തെ വേറെ ആർക്കും ഇത് ചെയ്യാൻ ഒക്കത്തില്ല. No one else can do this. എനിക്ക് എന്റെ കരുത്ത് കൊണ്ട് ചെയ്യാൻ ഒക്കത്തില്ല. I cannot do with my ability. ഇത് ദൈവത്തിന് മാത്രം ചെയ്യാൻ ഒക്കുന്ന ഒരു കാര്യമാണ്. Only God can do that. എത്ര പേര് ഒരു ആമേൻ പറയും? How many of you will agree to ദൈവം that? എനിക്ക് വേണ്ടി ചിലത് പുതിയത് ചെയ്യാനായിട്ട് പോവുകയാണ്. God is going to do something new for me. എന്റെ മാനുഷിക കണ്ണുകൊണ്ട് ഇപ്പോ അത് കാണാൻ ഒക്കുന്നില്ല. Maybe I'm not seeing with my own eyes. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ കണ്ണ് തുറന്നു കഴിയുമ്പോൾ, But when the Holy Spirit
opens my I could eyes. see a way in the ഈ desert. മരുഭൂമിയിൽ ഞാനൊരു പുതിയ വഴിയെ I കാണും. could see a river in the wilderness. ഞാൻ ഈ മരുഭൂമിയിൽ ഒരു നീരുറവയെ കാണും. എന്റെ ജീവിതം മാറും. My life will be changed. എന്റെ മനസ്സിന്റെ ചൂട് മാറും. The warmth and the heat in my heart will എന്റെ change. പാസ്റ്റ് ലൈഫിൽ നിന്നൊരു റിലീസ് എനിക്ക് കിട്ടും. I will be released from my past life. എന്നെ രക്ഷിക്കാൻ ദൈവം അയക്കുന്ന കോരസിനെ ഞാൻ മനസ്സിലാക്കും. I will see the courage who is sent for my deliverance. അതിന്റെ പിന്നാലെ രക്ഷിതാവായി യേശു വരുന്നതിനെ വിശ്വാസം കണ്ടുകൊണ്ട് ഞാൻ കാണും. I will see with my eyes of faith the Christ who's coming to save ഇത് me. ബൈബിൾ ചരിത്രമാണ്. This is the Bible talks But about. something special is coming to you today. Amen. Something special is coming to you today. ഒരു പ്രത്യേകമായ രീതി കടന്നു വരുന്നു. ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേല്, In some prayer topics നിങ്ങൾ കഷ്ടത അനുഭവിക്കുന്ന ചില മേഖലകളുടെ മേല്, where you're experiencing some pain, റൈറ്റ് ഓഫ് ചെയ്ത മേഖലകളുടെ മേല്, things you've already written off. God is going to open a way. എന്റെ ദൈവം ഒരു പുതിയ വഴി തുറക്കപ്പെടുന്നു. He is a miracle worker. എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന He ദൈവം. is a promise keeper. എന്റെ ദൈവം വാഗ്ദാനം സൂക്ഷിക്കുന്ന The light in the darkness. എന്റെ ദൈവം അന്ധകാരത്തിൽ വെളിച്ചമാണ്. What an amazing God. എത്രയോ അത്ഭുതകരമായ ദൈവം. What an amazing God. എത്രയോ ആശ്ചര്യമേറിയ ദൈവം. What an amazing God. എത്രയോ അത്ഭുതകരമായ ദൈവം. അവനെ ഒന്ന് പാടി സ്തുതിക്കാൻ കഴിയുമോ? Can you worship him? I stopped my message 3 minutes early. ഞാൻ എന്റെ ആ സന്ദേശം ഇവിടെ നിർത്തുന്നു. എന്തിനാണെന്ന് അറിയാമോ? ദൈവത്തെ ഒന്ന് പാടി ആരാധിക്കേണ്ടതായിട്ടുണ്ട്. It's because it's time for us to sing into the Lord. ഇത് പാടാനായിട്ട് പോവുക. Amen. എന്റെ ദൈവം മിറക്കിൾ വർക്കറാണ്. My God is a miracle worker. ഞാൻ പ്രസംഗിക്കുന്നത് പ്രോസ്പെരിറ്റി അല്ല. I'm not talking about prosperity. ഞാൻ ന്യൂ ജനറേഷൻ ചർച്ചിന്റെ വക്താവല്ല. Amen, Jesus. പക്ഷേ ജീവിക്കുന്ന ദൈവത്തിന്റെ വക്താവാണ്. അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന്റെ വക്താവാണ്. My God is a miracle working God. ദൈവം ഇന്നും അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. I still believe God does miracles even today. അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തിയാണ്. Hallelujah, Jesus. Go. ഒരുമിച്ച്. You believe? Promise keep light in the darkness, my God, that is who you Take it as a are. message. Yes. You want to kneel down, kneel down. Miracle If work, you understand that. keep light in the darkness, my God, that is who you are. Waymaker, miracle work, promise keep light in the darkness, my God, that is who you are. Waymaker, miracle work, promise keep light in the darkness, my God, that is who you are. വിശ്വസിക്കുമോ? Would you believe that? Waymaker, miracle work, promise keep light in the darkness, my God, that is who you are. Waymaker, miracle work, promise keep I know the Spirit is moving in our midst. my God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇടപെടുന്നുണ്ട്. Yes. If you feel it, Those who are experiencing the engagement, intervention of the Holy Spirit. I don't feel it, your sing word. it out. You never stop working. You never stop working. Even when I don't see it, you're working. Even when I don't feel it, you're working. You never stop working. Hallelujah. You never stop working. Even when I don't see it, you're working. Yes, Lord. Even when I don't feel it, you're working. You never stop working. You never stop working. Even when I don't see it, you're working. Even when I Sing it don't out feel from it, your you're heart. working. You never stop working. ഒരു ദൂതാണ്. You never stop There's a message. There's a message. Waymaker, ദൈവത്തിന്റെ ദൂതാണ്. There's a message. promise keep light in the darkness, my God, that is who you are. Waymaker, miracle worker, promise keep light in the darkness, my God,
മേക്കർ. Waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. Yes. ദൈവമേ, അങ്ങ് തുറക്കുന്ന വഴികൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. Lord, we praise you for the ways that you've opened for us. ചിലരെ ഇന്ന് പാസ്റ്റിന്റെ ഗ്രിപ്പ്, ആ കെട്ടുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറുത്ത് കളഞ്ഞതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. Holy Spirit, we thank you that you've severed, you've broken away some of the past things and the grip that has had on the lives of some of the people this കഴിഞ്ഞ morning. കാലത്തെ മഹത്വവും കഴിഞ്ഞ കാലത്തെ കഷ്ടതയുമല്ല, മുമ്പിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണാൻ കണ്ണുകളെ തുറക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ Lord, സ്തുതിക്കുന്നു. we praise you that not that we fix our eyes on the past glory or the past struggles, but you've enabled us to open our eyes and see the glory and the promise that awaits us in the future. പുതിയതൊന്ന് ഉത്ഭവിക്കുന്നത് കാണാൻ Amen. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ജനത്തിന്റെ കണ്ണുകളെ ദൈവം തുറക്കുമാറാകണമേ. Lord, open up the eyes that they may see the new way, the new river, the new that you are forming in front of them. അത് ഡിസേൺ ചെയ്യാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ജനത്തെ ബലപ്പെടുത്തുമാറാകണമേ. Lord, Holy Spirit, strengthen us so that we may discern and see it. മരുഭൂമിയിൽ ഒരു വഴി എന്റെ ദൈവം അവർക്ക് വേണ്ടി തുറക്കണമേ. Lord, open up a way in the wilderness. പ്രതികൂലങ്ങളുടെ നടുവില് അവരറിയാത്ത ഒരു പാത അവർക്ക് വേണ്ടി ഒരുക്കണമേ. In the midst of their struggle, oh Lord, may you open up a way that they may not even perceive it or see it. പുഞ്ചിരിക്കാൻ കഴിയാതെ, സന്തോഷിക്കാൻ കഴിയാതെ, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി സുഖമായിരിക്കുന്നു എന്ന് പറയാൻ കഴിയാത്ത ചില ജീവിതങ്ങളുടെ മേൽ ഇന്നു പകല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗം വന്നിട്ട് അവരുടെ ഹൃദയത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത ഒരു പുതുവഴി തുറന്നവരെ മടക്കി അയക്കണം. For the people who are unable to smile, have no moments of joy, unable to look at somebody or tell somebody else, yes, I am doing well. People who are struggling in this manner, Lord, I pray the Holy Spirit would bring about the newness in their life, oh Lord. നിർജ്ജന പ്രദേശത്ത് അവർക്ക് വേണ്ടി ഒരു വഴി തുറക്കണം. A God who opens up a new way in the ലോകം desolate. മുഴുവൻ നോക്കുമ്പോൾ നിർജ്ജന പ്രദേശമാണ്. Everywhere you look is a desolate It place. is of no use. ഇതൊരു പ്രയോഗശൂന്യമായ അവസ്ഥയാണ്. Waste land ആണ്. ഇതെല്ലാം വേസ്റ്റ് ലാൻഡ് ആണ്. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, അങ്ങ് ഇടപെട്ട അതിന്റെ നടുവിൽ നിന്ന് ഹാഗാറിന് വേണ്ടി ഒരു നീരുറവ തുറന്നതുപോലെ ഈ ജനത്തിന് വേണ്ടി അറിയാത്ത പാതകളിലൂടെ ലോജിക്കിന് അപ്പുറമായിട്ട് എന്റെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ജനത്തിന്റെ മേൽ വരട്ടെ. Lord, we pray that you would open up a new way that's beyond our logical comprehension, something that we could have never perceived or made up of, that we could walk through that new way and experience that. Lord, we receive your message. പിതാവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്ദേശം ഞങ്ങൾ We സ്വീകരിക്കുന്നു. receive your message with our heart. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് ഞങ്ങൾ ആ സന്ദേശം We സ്വീകരിക്കുന്നു. take it completely. ഞങ്ങളത് പൂർണ്ണമായി We വിശ്വസിക്കുന്നു. take it completely. ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അങ്ങ് ഞങ്ങളെ സ്പർശിച്ചതിനാൽ സ്തോത്രം. Lord, thank you for touching അങ്ങ് us. ഞങ്ങളെ കണ്ണു തുറന്നതിനാൽ സ്തോത്രം. Thank you for opening up our eyes. മരുഭൂമിയിൽ വഴിയൊരുക്കിയതിനാൽ സ്തോത്രം. Thank you for making a way in the wilderness. ലാൻഡിലൂടെ നദികളെ ഒഴുക്കിയതിനാൽ സ്തോത്രം. Thank you for making a way in the wasteland. അങ്ങ് ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളെ മരുഭൂമിയിൽ നടത്തുന്നതിനാൽ സ്തോത്രം. Lord, we thank you that you walk along with us in this wilderness അങ്ങ് journey. മിറക്കിൾ വർക്കർ ആയതിനാൽ സ്തോത്രം. Lord, we thank you that you're a miracle worker. അങ്ങ് ഇരുട്ടിൽ പ്രകാശിക്കുന്ന ദൈവമാകിയാൽ We സ്തോത്രം. thank you that you are the light in the darkness. കരയുന്ന കണ്ണുകൾക്ക് ആശ്വാസമായ ദൈവമാകിയാൽ സ്തോത്രം. You are the comfort to those eyes that are filled with tears. ഞങ്ങളുടെ മനസ്സിനെയും സെൽഫിനെയും അങ്ങ് രൂപാന്തരപ്പെടുത്തുന്നതിനാൽ സ്തോത്രം. Lord, we praise you that you transform our physical and our mind. അങ്ങയുടെ പ്രവൃത്തി ഞങ്ങളുടെ മധ്യേ വെളിപ്പെടുത്തണം. Lord, let us see your works in the midst of us. കർത്താവേ, ഈ ജനത്തിന് വേണ്ടി അടിയൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. Lord, we pray for the people once again. ഭയത്തോടിരിക്കുന്ന ചിലരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അയക്കണം. Lord, let the Holy Spirit come upon those who are living in fear. അവരുടെ ഹൃദയത്തിലെ ഭയത്തെ ദൈവം മാറ്റണം. Lord, remove their fear. പകൽ അടിയൻ പ്രാർത്ഥിക്കുന്ന ഭയത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മുള്ളെടുക്കുന്നത് പോലെ അവരുടെ ഹൃദയത്തിൽ നിന്നും മാറ്റിയിട്ട് ഒരു ധൈര്യം കൊടുത്തിന്ന് പകൽ അവരെ അയക്കും. Lord, let the fear that they are gripped would be removed as a thorn is removed from the flesh. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. Lord, we thank you for hearing our prayers. ദൈവസഭയെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. Lord, bless the church. അങ്ങ് വചനത്തെ ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം. Lord, thank you for the word that was given to us. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ In the name of the precious name of the Lord Jesus Christ. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless us all. Amen.